ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് വായിച്ചത്. ഒടുവിൽ, അതാണ് പ്രധാനപ്പെട്ട വിഷയം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത്. ഒടുവിൽ ഒന്നുകൂടെ വായിച്ചു. ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഒടുവിൽ എന്തെല്ലാം ചെയ്യണം, അതാണ് നമ്മുടെ വിഷയം. എങ്കിലും പുറകോട്ടിറങ്ങി ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഏതാണ്ട് AD 62 അനുബന്ധിച്ചാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത്. എഴുതാനുള്ളതിൻ്റെ കാരണം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. തന്നെ സഹായിപ്പാനായിട്ട് ഫിലിപ്പിയ സഭ ഔദാര്യം കാണിച്ച് എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ നന്മ കൊടുത്തു വിട്ടു. പൗലോസ് അത് സ്വീകരിച്ചു. തിരിച്ച് ഈ കർത്തൃദാസൻ എപ്പഫ്രോദിത്തോസ് തിരിച്ചു പോകാൻ നേരത്ത് ദീനമായി കിടന്നു. അപ്പോൾ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ട് ആ സഹോദരൻ്റെ പക്കൽ നന്മ കൊടുത്തുവിട്ട ഫിലിപ്പിയ സഭയ്ക്ക് കത്തെഴുതി കൊടുത്തു. ആ കത്താണ് ഫിലിപ്പിയ ലേഖനം. ദൈവത്തിന് മഹത്വം. ഓർപ്പിച്ചല്ലോ, ഇതിലെ പ്രധാനമായ വിഷയങ്ങൾ പലതുണ്ടതിൽ ഒന്ന് ഏകാത്മാവിൽ നിലനിൽക്കുക. സ്തോത്രം. ഏകാത്മാവിൽ നിലനിൽക്കണം. 1:27 ഇന്നലെ ഓർപ്പിച്ചതെങ്കിലും ഓടിച്ചു വായിച്ചു. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്. ഏകാത്മാവിൽ നിങ്ങൾ നിലനിൽക്കണം. ഏകം. അപ്പൊ 1-ാം അധ്യായത്തിന്റെ 27 ഏകയാത്മാവ്, ഏകാത്മാവ്. 2-ാം അധ്യായത്തിന് 2 ഏക മനസ്സ്, ഏക സ്നേഹം, ഏക ഭാവം. 3 കാര്യം അവിടെ കൊടുത്തേക്കുന്നത്. 2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവം. അപ്പൊ ഏക മനസ്സ്, ഏക സ്നേഹം, ഏക ഭാവം. 1:27 ഏകാത്മാവ്. ഇനി 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഏക ചിന്ത. അങ്ങനെ വായിച്ചേ. ഏക ചിന്ത. അങ്ങനെ വായിച്ചേ. കർത്താവിലെ ഏക ചിന്തയോടെ നിങ്ങൾ ഇരിക്കണം. ദൈവത്തിന്റെ മഹത്വം. ഇനി 4 അധ്യായത്തിലെ പ്രധാനമായ വിഷയം ക്രിസ്തു കേന്ദ്രീകൃതമായ വിഷയമാണ്. 4 അധ്യായത്തില് ക്രിസ്തു കേന്ദ്രീകൃതം. 1-ാം അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അത് ക്രിസ്തുവാ. അർത്ഥമില്ലാതെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. കന്ന് ഇത് തന്നെ ചിന്തിക്കുന്നത്. കന്ന് ഇത് തന്നെ ചിന്തിക്കുക. കാട് കിട്ടുക, പുല്ല് കിട്ടുക, ചാണകം ഇടുക, ചാകുക. എന്നാൽ ഒരു ദൈവവൈതൽ അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അത് ക്രിസ്തുവാ. 1:21 വായിച്ചോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ. എൻ്റെ അമ്മാമ, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ? ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ എന്തിനാ ഇങ്ങനെ? നിനക്ക് വട്ടാ. എനിക്ക് ജീവിക്കണമെന്നേ. ഇതെല്ലാം പറഞ്ഞാ ചായി പമ്മിയിരിക്കുന്നത്. ഇപ്പൊ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇങ്ങനെ പമ്മിയിരിക്കുക. എന്നാൽ പൗലോസ് പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. അപ്പൊ ജീവിതത്തിന്റെ അർത്ഥം 1-ാം അധ്യായത്തിൽ ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിന്റെ മാതൃക അത് ക്രിസ്തുവാ. യേശു ക്രിസ്തുവാ നമ്മുടെ മാതൃക. 2:5 ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. 1-ാം അധ്യായത്തിൽ ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തു. 2-ാം അധ്യായത്തിൽ ജീവിതത്തിന്റെ മാതൃക അത് ക്രിസ്തുവാ. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ക്രിസ്തുവാ. 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാക്കിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു. പല വിധമ പാടോ കേളേറിടുമ്പോൾ പാത
പാതയിലോടിടും ഞാൻ പാരിൽ ഞാൻ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനോ പ്രത്യാശയേറിടും ഓ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ ജീവിതത്തിന്റെ അർത്ഥം അത് ക്രിസ്തു, രണ്ടാം അധ്യായത്തിൽ ജീവിതത്തിന്റെ മാതൃക അത് ക്രിസ്തു, മൂന്നാം അധ്യായത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ക്രിസ്തു, നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിന്റെ ശക്തി അല്ലെങ്കിൽ ബലം അത് യേശു ക്രിസ്തു. 4:13 അറിവുള്ള വാക്യമാവായിര്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ 4 പ്രമാണത്തിൽ ഒരു ദൈവപൈതൽ നിന്നാൽ ഒരിക്കലും നശിച്ചു പോകത്തില്ല. സ്തോത്രം, ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഈ പ്രമാണം ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തു, ജീവിതത്തിന്റെ മാതൃക ക്രിസ്തു, ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തു, ജീവിതത്തിന്റെ ബലം അത് ക്രിസ്തു. ഈ പ്രമാണത്തിൽ ഒരു ദൈവപൈതൽ പോയാൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പോരാട്ടങ്ങൾ വന്നാലും അങ്ങനെയുള്ളവർ നശിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവാ. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഇനി എത്ര നാൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നെന്ന് അറിയത്തില്ല, പക്ഷെ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം. ആ 1-ാം അധ്യായത്തില് പൗലോസ് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. 1:21 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാവുന്നു. എന്നാൽ ജഡത്തിൽ അപ്പൊ ഞാനും നിങ്ങളും ഇനി ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ക്രിസ്തുവിന് വേണ്ടിയാ. ഓ, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവിനും ഇഷ്ടമല്ല, ഭാര്യയ്ക്കും ഇഷ്ടമല്ല, പിള്ളേർക്കൊട്ടും ഇഷ്ടമല്ല. ഈയിടെ മൂത്ത കൊച്ചൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നെന്ന്. അവളും വന്ന് കൂടെ ചോദിക്കാം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ അമ്മാമ്മ ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ജീവിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ അയലത്തുകാരി വന്ന് പറഞ്ഞു നിന്നെ കൊല്ലുവെന്നും. അപ്പം പിന്നെ ഒത്തു. അപ്പൊ ഇങ്ങനൊക്കെ ചിന്തിച്ച് പണ്ടപ്പരപ്പൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഇന്ന് രാത്രി പറയുക, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്തോത്രം. വിറ്റുന്നട്ടും തിന്നും കുടിച്ചൊന്നും അറിയാതെയവർ പാർത്തിടുന്നു പാരിൽ. വിറ്റുന്നട്ടും തിന്നും കുടി ചൊന്നും അറിയാതെയവർ പാർത്തിടുന്നു. കാലമില്ല കാലമില്ല യേശു വരാൻ കാലമായി. കാലമില്ല കാലമില്ല യേശു വരാൻ കാലമായി. യേശു വരാറായി, എൻ്റെ യേശു വരാറായി. ലോത്തിൻ കാലം തന്നതുമ്പോൾ നോക്കിൻ കാലം പോലെയും യേശു വരാറായി. ലോത്തിൻ കാലം തന്നതുമ്പോൾ നോക്കിൻ കാലം പോലെയും യേശു വരാറായി. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടുമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശു വരാറായി, എൻ്റെ യേശു വരാറായി. അപ്പൊ ശ്രദ്ധിക്കുക, ജീവിക്കുന്നത് ഇനി ക്രിസ്തുവിന് വേണ്ടി. അപ്പൊ ഈ ഭൂമിയിൽ എത്ര നാളിനി ഞാൻ നിങ്ങളും പാർക്കുമെന്ന് അറിയത്തില്ല. ചിലരുടെ ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഒരാഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞ എനിക്കിവിടെ നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നു, പക്ഷേ ഈ ആഴ്ച തയ്ക്കുമെന്ന് തോന്നുന്നില്ല.
അതുപോലത്തെ വിഷയങ്ങളുണ്ട്. ആർക്കാ വിഷയമില്ലാത്ത? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഷയമുള്ളവരാ. പക്ഷെ പ്രമാണം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന ദൈവത്തിന് മഹത്വം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇനി എത്ര നാൾ ജീവിച്ചാലും ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. അപ്പൊ നമ്മൾ ജീവിക്കും എങ്ങനെ ആയിരിക്കണം? 20-ാം വാക്യം വായിച്ച എങ്ങനെ ആയിരിക്കണം ഇനി ജീവിക്കുന്നത്? ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് അതാ വിഷയം. ഇനി ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ ശരീരത്തിൽ, അങ്ങനെ എഴുതിയേക്കുന്നത് ശരീരത്തിൽ, എന്റെ ശരീരത്തിൽ എന്ന പൗലോസ് പറഞ്ഞേക്കുന്നത്. നമുക്കും ഇങ്ങനെ ചേർന്ന് പറയാ, എന്റെ ശരീരത്തിൽ ഞാൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. ആ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഈ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ യേശു ക്രിസ്തു എന്റെ ശരീരത്തിൽ മഹിമപ്പെടണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം യേശു ക്രിസ്തുവിന് മഹത്വമുള്ളൊരു ശരീരമായിരിക്കണം. ഇതിനകത്ത് വെച്ച് കെട്ടും ഏച്ച് കെട്ടും ആവശ്യമില്ലാത്തതൊന്നും പാടില്ല. ഈ ശരീരം ദുർനടപ്പിനും അശുദ്ധിക്കും അതിരാഗത്തിനും ലോകമോഹങ്ങൾക്കും ലോക ഇമ്പങ്ങൾക്ക് മദ്യപാനത്തിനും വെറുക്കൂത്തിനും പുകവലിക്കും ലഹരി പദാർത്ഥങ്ങൾക്ക് മറ്റ് പാപപ്രകൃതികൾക്ക് ഈ ശരീരം ഇനി വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തിൽ യേശു ക്രിസ്തു മഹിമപ്പെടണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ആട്ടെ. അപ്പൊ ഈ ശരീരത്തിൽ യേശു ക്രിസ്തു ഇനി ജീവിക്കുന്നിടത്തോളം കാലം യേശു ക്രിസ്തു ശരീരത്തിൽ മഹിമപ്പെടണം. മാത്രമല്ല ഇനി ജീവിക്കുമ്പോ എന്തുവായിരിക്കണം? അതിന്റെ ആ 21-ാമത്തെ വാക്യം വായിച്ചേ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 22. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ. അപ്പൊ ഇനി നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ വേലയ്ക്ക് ഫലം ഉണ്ടാകണം. ഉഴപ്പി അടിക്കരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ എൻ്റെ കാര്യം പറയുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പിണക്കവും ഇല്ല, നിങ്ങൾക്ക് ഒരു ചെറിയ സന്തോഷവും വരട്ടെ. ഇനി ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പം വെറുതെ ഈ ചമ്പും വെച്ചോണ്ടിരിക്കരുതെന്നാ പറഞ്ഞ്. മനസ്സിലായില്ല? 150 കിലോ അതിനകത്ത് അടുത്ത തൂക്കമുണ്ട്. ഞാനില്ല, എന്നാലും വെറുതെ ഈ ശരീരം കൊണ്ട് ഇങ്ങനെ ഇരിക്കരുതെന്നായി പറഞ്ഞത്. കർത്താവിന്റെ വേലയ്ക്ക് ഫലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പുറത്തിറങ്ങിപ്പോയി പ്രവർത്തിക്കാൻ ഒക്കത്തില്ലെങ്കിൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അകത്തിരുന്ന് നീ പ്രാർത്ഥിക്കണം. വേലയ്ക്ക് ഫലം ഉണ്ടാകണമെന്ന്. നിനക്ക് വെളിയിൽ ഇറങ്ങാൻ ഒക്കുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, മുട്ടിന് വേദന, പെരുമുട്ട് കെട്ടുന്നു, വാദം, മുണ്ടിനീര്, പിടുത്തം, ഒരപ്പൂട്ടിനൊരു പിടുത്തം, എളിക്കൊരു വേദന, ഇടുപ്പിനൊരു പിടുത്തം, ഡിസ്ക് തേയുന്നു, ചിരട്ടക്കണ്ണിക്ക് അകലിച്ച ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞ. വാദത്തിന്റെ അസുഖവും ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ അമ്മാമ്മയെ മുണ്ടിനീരിറങ്ങുന്നു. ഇന്നാളൊരു തള്ള പറഞ്ഞു പുറവെല്ലാം കൂടെ തെറുത്ത് കയറുന്നെന്ന്. പഴയ ഭാഷയാ. പണ്ടൊക്കെ ചിക്കുപായാ തെറുക്കുന്നത്. കേട്ടില്ലേ? തെറുത്ത് കയറുന്നത് പഴയ ഭാഷയാ. ആട്ടെ, തെറുത്ത് കയറുകയോ തെറുത്ത് മടക്കി വെക്കുകയോ ഒക്കെ ആയിക്കോട്ടെ. നിനക്ക് വെളിയിൽ ഇറങ്ങാൻ ഒക്കുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ ഒക്കുന്നില്ല, കാലിന് വേദന, തേയ്മാനം, ആട്ടെ, അതിന് എതിർക്കുന്നില്ല. പക്ഷേ അവൻ വെളിയിൽ അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി അകത്തിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. വേലയ്ക്ക് ഫലം ഉണ്ടാകണമെന്ന്. താവേ, അവർ കടന്നു പോയിരിക്കുന്നു, ദോഷമൊന്നും വരുത്തരുത്. അവർ ലഘുലേഖ കൊടുക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, വചനം പറയുമ്പോൾ ആയിരങ്ങൾ രക്ഷിക്കപ്പെടണം. അകത്തിരുന്ന് പ്രാർത്ഥിക്കരുതോ? അങ്ങനെയൊക്കെ വേലയ്ക്ക് ഫലം ഉണ്ടാക്കണം. മിക്കവാറും ഇതങ്ങോട്ട് ഇറങ്ങിയ ഉടനെ മൊബൈൽ എടുത്തേച്ച് വിളിക്കാവുന്നതിന്റെ പരമാവധി എല്ലാവരും അറിഞ്ഞായിരുന്നോ? കസേര ഇരുന്ന് കാലും മറപ്പിച്ച് നല്ല ഫലമാ വേലയ്ക്ക്. പറയുന്ന മുഴുവൻ കുരുക്ക. സ്തോത്രം. വേലയ്ക്ക് ഫലം ഉണ്ടാകണമെന്ന്. അല്ലെ, ഒരാളെ ഫോണിൽ കൂടി ആന്നല്ലേ സുവിശേഷം പറയാമല്ലോ, അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ആത്മീക വിഷയം പറയാമല്ലോ.
ഞാനും നിങ്ങളും ഇനി ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. സ്തോത്രം. ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടാകണം. നിങ്ങളുടെ സംസാരം കൊണ്ട് വേലയ്ക്ക് ഫലമായിരിക്കണം. നിങ്ങളുടെ പ്രവൃത്തി കർത്താവിന്റെ വേലയ്ക്ക് ഫലമായിരിക്കണം. നിങ്ങളുടെ സമീപനം, സംസാര ഇടപാട് കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം. മിണ്ടുന്നില്ല. വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്ന്, ഒരു അതിഥി വന്നു, ആരേലും വന്ന് അവരോട് സുവിശേഷം പറയാമല്ലോ, പറയരുതോ? ഉദാഹരണം പറഞ്ഞു തരാം. ഉദാഹരണം, വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നല്ലേ, എന്തൊരു സഹായത്തിന് വന്ന്, അവിടെ നിൽക്കൊരു കാപ്പി തരാം. ആ കാപ്പി പറയരുതോ? പിന്നെ വഴിയെ പോകുന്നതിനെല്ലാം ഞാൻ കട്ടനിട്ട് കൊടുക്കാൻ പോവല്ലേ? അല്ല, ചിലരുടെ മനോഗതി അങ്ങനെ അതിലേ നടക്കുന്നവരെല്ലാം കട്ടനിട്ട് കൊടുക്കാനല്ലേ ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചാര്. എന്നിട്ട് ഇവിടെ വന്നിരുന്നു, കർത്താവേ ആയിരങ്ങൾ നശിക്കുന്നു. നിനക്കന്നെ ആയിരങ്ങള്. കാനോച്ചൻ പണ്ട് പറഞ്ഞത്, ഞാൻ കടമെടുക്കുക, നീ എല്ലാവരെയും ഒന്നും നേടിയില്ലെങ്കിലും നിന്നെ നേടിക്കോണം. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയാ, കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടാകണം. വേണ്ടേ? വേണം. ഞാൻ ഉദാഹരണമൊക്കെ പറയാം. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ സഹോദരിമാരെ എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കി, സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി, ചുമ്മാ അത് എടുത്തോണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ചെല്ലണം. അവിടെ പ്രായമുള്ളവരോ കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കണം. സാഹചര്യമോ സന്ദർഭമൊക്കെ നോക്കിയാ ചെയ്യും. മിക്കവാറും നടന്നതുവാ. ദൈവത്തിന് മഹത്വം. അവസരം എന്തും വേണ്ടമുണ്ട്, എന്തെല്ലാം വിധത്തിലുണ്ട് അവസരം. ദൈവത്തിന് മഹത്വം. ഏതെല്ലാം മാർഗങ്ങളുണ്ട്. ഏത് വിധത്തിലാന്നേലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടാകണം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഇനി ജീവിച്ചിരിക്കുമ്പോൾ, ഒന്ന്, ഈ ശരീരത്തിൽ യേശു ക്രിസ്തു മഹിമപ്പെടണം. രണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടാകണം. ആത്മാക്കളെ നേടണം. ഇതാണ്ട് കോട്ടാലിലെ അമ്മ ഒരമ്മയെ കൊണ്ടുവന്നു. സ്തോത്രം. ഏറ്റോണേ ഉറങ്ങാന്നോ? കൊണ്ടുവരണം. അങ്ങനെ ഇനിയും കൊണ്ടുവരണം ആൾക്കാരെ. ദൈവത്തിന് മഹത്വം. നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് എത്ര നാളായി? ആരെങ്കിലും കൊണ്ടുവന്നോ? അങ്ങനെ കൊണ്ടുവന്നവരൊന്ന് കൈ പൊക്കിക്കേ. പക്ഷെ ഞാനാ ഇന്നയാളിനെ കൊണ്ടുവന്നത്. മൂന്ന് കൊല്ലമായിട്ട് കയറി പാത്തിരിക്കുക. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പാഷ ഇനി ആരും വരണ്ട, നമ്മളൊക്കെ മതി. ചിലരുടെ മനോഗതി അതാ, ഇനിയും വെളിയിൽ നിന്ന് ആരും വരണ്ട, നമ്മളൊക്കെ. നമ്മളിങ്ങനെ പൊത്തിയും കൊട്ടിയിരുന്ന കാര്യം നടക്കുമോ? സ്തോത്രം. എത്ര നാളായി വന്നിട്ടേ? നമ്മൾ മുറുക്ക കൈയടിക്കുന്നുണ്ട്, ഉറക്കെ ഹൈ പിച്ച് പാടുന്നുണ്ട്, ആമൻ നൃത്തം ചെയ്യുന്നുണ്ട്, ഗ്ലോറി ഹല്ലേലൂയൊക്കെ ഉറക്കെ പറഞ്ഞു. ഒരാളെ കൊണ്ടുവരുന്നുണ്ടോ? 3 കൊല്ലം ആയില്ലേ? നീ മുഖാന്തരം ആരിതിനകത്ത് വന്നു? മിണ്ടുന്നില്ലല്ലോ ആരും. ഓ പാഷ, ഞങ്ങളും പോകാനിരിക്കുക ഇനിയിപ്പോൾ, അതുകൊണ്ട് വേറെ ആര്? ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളും പോകണമെന്നോർത്താ. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്കിനി അധികം നാളവിടെ നിൽക്കണ്ട. പിന്നെ ഞങ്ങൾ പാസ്റ്ററോട് പറഞ്ഞില്ലെന്നേ. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നെ ആർക്കും വലിയ മിണ്ടാട്ടമൊന്നും. വേലയ്ക്ക് ഫലം വേണം. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ? ഒരു ദേഹി പോലും ഇല്ല
മുൻപിൽ നിൽപ്പാ ഒരു ദേഹി പോലും ഇല്ല തെങ്ങനെ വണങ്ങും ഞാൻ. രക്ഷകൻ വീണ്ടെടുത്തതാ മൃത്യുവേ ഭയമില്ല. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ ഒരു ദേഹി പോലും ഇല്ല തെങ്ങനെ വണങ്ങും ഞാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, വേലയ്ക്ക് ഫലമുണ്ടാകണം. ഈ രാത്രി എന്നെ കേൾക്കുന്നവരെ ഒരു തീരുമാനമെടുക്കണം. ഈ വർഷം കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ ഞാൻ ചിലരെ കൃപയിലേക്ക് കൊണ്ടുവരും. ചോദിച്ചു കൊള്ളുക ആ ജാതികളെ, ഭൂമിയുടെ അറ്റങ്ങളെ ചോദിക്കണം. ചോദിക്കാൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ അവകാശം പറയണം. നടന്നിങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോഴല്ലേ വണ്ടിയിലാന്നിൽ നടന്നതിനോ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇതാ വീട് നോക്കി വെച്ച് പ്രാഗി വെച്ചാ പോരുന്നത്. അവൻ്റെ ഒരു താമസം എല്ലാവരുടെയും കാര്യമല്ല. 2 നില പണിത് വെച്ചേക്കുന്നു. ഇവനൊക്കെ എവിടുന്നാ ഇത് ഉണ്ടോ? അങ്ങ് കുശുമ്പും കുന്നായ്മയാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ 2 വശത്തും വീടുകളും അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. പണ്ട് കേട്ടിട്ടുണ്ട്, സൈമൺ സാറ് മേൽപ്പാടത്ത് ആദ്യമായിട്ട് ചെല്ലുക, കൂടെ ശിഷ്യന്മാരും ഉണ്ട്. അപ്പം ആദ്യമായിട്ട് 100 കൊല്ലം മുമ്പാ ആദ്യമായിട്ട് ആ ദേശത്ത് ചെന്നപ്പം ഈ കെട്ടുവരമ്പെന്നാ പറയുന്നത്, കുട്ടനാടൻ ഭാഷ കെട്ടുവരമ്പ്. വരമ്പേ കൂടെ അങ്ങോട്ട് നടന്നപ്പം കറുകപ്പുല്ലുണ്ട്, കറുകെ തട്ടി സാറ് മുന്നോട്ട് ആഞ്ഞുടനെ കൂടെയുള്ള എനിക്ക് തോന്നുന്നു കുറമല മത്തായിച്ചനാന്ന് തോന്നുന്നു. അപ്പോൾ സാറ് വീണെന്ന്. അപ്പോൾ പുള്ളി യുക്തിയുള്ള ആളാ. വീണെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു, ഇല്ല മത്തായിച്ച, ഞാൻ ദേശം കൈയടക്കുകയാണ്, ദേശം ഞാൻ പിടിച്ചെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കറുകപ്പുല്ലിനെ തട്ടി വീണിങ്ങനെ മുന്നോട്ട് ആഞ്ഞതാ. അപ്പം കുറമല മത്തായിച്ച പറഞ്ഞു, സാറ് വീണല്ലോ എന്ന്. ഇല്ല വീണതല്ലത്, ഞാൻ ദേശം കൈയടക്കാം. അങ്ങനെ ആ മേൽപ്പാടത്ത് വേല തുടങ്ങിയത്. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ ചൂണ്ടി പ്രാർത്ഥിക്കണം. വേലയ്ക്ക് ഫലമുണ്ടാകണം. നിന്റെ കുടുംബത്തിലുള്ളവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദേശത്തുള്ളവരുടെ പേര്. ചിലക്ക് ഇപ്പോഴും അയലത്ത് താമസിക്കുന്ന ആരാന്നറിയല്ലോ. ആരുമായിട്ടൊരു ബന്ധം. ആരാ അവിടെ? ചിലപ്പോൾ ഒരു അച്ചായൻ അതിൽ ഇറങ്ങി പോകുന്ന കാണാം. എന്നുള്ളൊരു അമ്മാമ്മയും മാതൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ എത്ര നാളായി ഇവിടെ? ഞങ്ങളിപ്പോൾ 2.5 കൊല്ലമായി താമസമായിട്ട്. 2.5 കൊല്ലം താമസിച്ചിട്ട് തൊട്ടടുത്തുള്ളവൻ ആരാന്ന് അറിയുന്നില്ല. എന്നാൽ അങ്ങോട്ടൊന്ന് കയറുകയോ വിളിക്കുകയോ വർത്തമാനം പറയുകയോ സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂനനുറുമ്പ് പോലും പോകുമ്പോൾ അങ്ങ് പോവുക. കണ്ടിട്ടില്ല? ഇങ്ങനെ വന്ന് ചിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കി പിന്നെ അങ്ങ് പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മിണ്ടുന്നില്ലല്ലോ ആരും. അല്ല, എന്നാ മിണ്ടാനാ? ഒരു കാര്യം ദൈവമക്കളോട് പറയാം, വേലയ്ക്ക് ഫലം ഉണ്ടാകണം. ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവാ. അല്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഒന്നാമത്തെ ജീവിക്കുന്നത് ക്രിസ്തു. അപ്പോൾ ഇനി ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. ജീവിക്കുന്നിടത്തോളം ക്രിസ്തുവിന്. അതെങ്ങനെ ജീവിക്കണം? ഇനി മരണം വരെ ഈ ശരീരത്തിൽ യേശു ക്രിസ്തു മഹിമപ്പെടണം. 2, വേലയ്ക്ക് ഫലമുണ്ടാകണം. ചുമ്മാ ജീവിച്ചിട്ട് കാര്യമില്ല. കർത്താവിന്റെ വേലയ്ക്ക് ഫലം ഉണ്ടാകണം. ചുമ്മാ കുറെ ആഹാരവും കഴിച്ച് എല്ലാ ഞായറാഴ്ച വന്ന് കർത്തൃമേശ എടുത്ത് ആ എടുത്തതെല്ലാം കൂടെ കണക്ക് തൂക്കാൻ ഒരു 50 കിലോയുടെ ബ്രെഡ് തിന്ന് നീ ഇത്രയും കൊല്ലം കൊണ്ട് 50 കിലോയുടെ
ഒരു 500 ലിറ്റർ വീഞ്ഞും കുടിച്ചിട്ടുണ്ട് കുറഞ്ഞത്. മിണ്ടുന്നില്ല. അല്ല മിണ്ടുകയല്ല, എനിക്കറിയാം. ഓ ഞാൻ നാളെ കർത്തൃമേശ എടുക്കുന്നില്ല, അയാൾ തന്നെ കുടിച്ചോട്ടെ, അതാണ് അതിൻ്റെ മര്യാദ. ഞാനിത് കഴിക്കുന്നതിനും കുടിക്കുന്നതിനും അയാൾക്ക് അസുഖ, അയാൾ തന്നെ മുഴുവൻ. പണ്ട് കൊച്ചും തള്ളയും കൂടെ അടുത്തിരിക്കുക, കർത്തൃമേശ കൊടുത്തപ്പം അമ്മയ്ക്ക് കൊടുത്തു. അമ്മ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അമ്മയ്ക്ക് കൊടുത്തു. കൊച്ചി ചോദിച്ചപ്പോൾ ഉപദേശിച്ച് കൊടുത്തില്ല. തള്ളയ്ക്ക് അങ്ങ് അരിശമായി, ആ കൊച്ചെ നമുക്ക് പോകാമെന്ന്. അയാൾ തന്നാൽ ഇച്ചിരി തരുവുള്ളൂ, നമുക്ക് കടയിൽ ചെന്ന് മേടിക്കാമെന്ന്. അയാൾ തന്നാൽ ഇച്ചിരി തരുവുള്ളൂ, നമുക്ക് വെളിയിലോട്ടിറങ്ങി ഇഷ്ടം പോലെ മേടിക്കാമെന്ന്. അല്ല, ചിലരുടെ ചിന്താഗതി അതാ. ഇത് അതിനുള്ളതാണോ? ഇത്രയും കൊല്ലം കൊണ്ട് എന്ത് വേണ്ട ബ്രെഡ് തിന്നു, എന്ത് വേണ്ട വീഞ്ഞു കുടിച്ചു ഇല്ലേ? നമ്മൾ ഈ ഓരോ ഞായറാഴ്ച ആയതുകൊണ്ട് അളവറിയാത്ത. നിങ്ങൾ ഇത്രയും വർഷം ഒന്ന് ഞായറാഴ്ച ഒന്ന് കണക്ക് കൂട്ടിയെടുത്തേ, എത്ര ലിറ്റർ വീഞ്ഞ് നീ അപ്പൊ എന്ത് വേണ്ട തിന്നു. ഒരു 3 ബേക്കറിലെ മുഴുവൻ മണ്ണും. വേലയ്ക്ക് ഫലം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? നീ മുഖാന്തരം ഒരു ആളിതിനകത്ത് വരുന്നുണ്ടോ? ഒരാത്മാവിനെ നേടുന്നുണ്ടോ? സുവിശേഷം അറിയിക്കുന്നുണ്ടോ? അടുത്ത വീടുകളിൽ കയറി സുവിശേഷം പറയുന്നുണ്ടോ? നമ്മോട് ഇടപെടുന്നവരോട് സുവിശേഷം പറയുന്നുണ്ടോ? അവരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാൻ അല്ലെ വിളിക്കാൻ താല്പര്യമുണ്ടോ? വേലയ്ക്ക് ഫലം ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും നിങ്ങളും എല്ലാം ഒരു തീരുമാനമെടുത്തേ പോകാവൂ. വലിയ ബഹളവും വെപ്രാളവും ചെല്ലെന്ന് പറയും. ഓ ഇത്തരത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു അന്തരീക്ഷം. നമ്മൾ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് എല്ലാം കൂടെ അടിച്ച് പേരിപ്പിച്ച് തുള്ളിച്ചാടി ബഹളം ഉണ്ടാക്കി കുഴപ്പമില്ല. അന്തരീക്ഷം ഉണ്ടാക്കി പോകുന്നല്ലാതെ ആത്മാക്കൾ ഇതിനകത്ത് വരുന്നില്ല. അന്തരീക്ഷം അല്പം കുറഞ്ഞാലും ആമൻ 10 പേരുടെ കൃപയിൽ വരണം. പ്രൈസ് ദി ലോർഡ്. വേലയ്ക്ക് ഫലമുണ്ടാകണം. അപ്പൊ ശ്രദ്ധിക്കുക, 1 ഈ ശരീരത്തിൽ യേശു ക്രിസ്തു മഹിമപ്പെടണം. 2 കർത്താവിന്റെ വേലയ്ക്ക് ഫലമുണ്ടാകണം. സ്തോത്രം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിടാം. 3 ഈ ശരീരത്തിൽ നമ്മൾ ഇനി ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ച്. 24. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. പൗലോസ് പറയാ, ഞാനേ ഈ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിനുമാണ്.